അനിൽകുമാർ, ഇന്നലെ വന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അങ്ങ് മറിഞ്ഞു കാണും. ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യങ്ങളും അങ്ങ് കേട്ടല്ലോ. ഇത്രയും സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടിനെയാണ് വളരെ സുതാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഒരു കൊല്ലക്കാലം കർണാടകത്തിൽ ജയിലിലിട്ട് പീഡിപ്പിച്ചപ്പോ ഇതിനേക്കാൾ മാരകമായ റിപ്പോർട്ടുകളാണ് അന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. വെട്ടി പൊട്ടിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കി കളയാം എന്ന് കരുതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ഒരു കൊല്ലക്കാലം ലഹരി കിടക്കുന്നൊക്കെ ജയിലിലിട്ട് റിപ്പോർട്ടുകളൊക്കെ എവിടെയായി? കർണാടക ഹൈക്കോടതി ഉപ്പയിലിടുന്നില്ലേ? അത് കൊണ്ടുവിടുന്ന ആളുകൾക്ക് ഇപ്പോ അതിനെക്കുറിച്ച് മിണ്ടാട്ടില്ലല്ലോ. ഇപ്പോ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായിയുടെ മകൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്തോട് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടുകളൊന്നും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് മുന്നിൽ ആളുകൾ കണക്കിലെടുക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആരംഭിച്ച കമ്പനി അമിത്ഷയുടെ മകന്റെ കമ്പനി പോലെ 100 മടങ്ങ്, 1000 മടങ്ങ്, 10,000 മടങ്ങ്, 20,000 മടങ്ങ് വർദ്ധിച്ച നേറുകല്ലുണ്ടായത്. ഇവിടെ കേരളത്തിലെ സർക്കാരിന്റെ ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ച് അതിന് സഹായം കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ആ കമ്പനി പുറകോട്ട് പോകുമായിരുന്നില്ല. ആ കമ്പനി ഇപ്പൊ നിലവിലില്ല. അത് ബിസിനസ് ചെയ്തിരുന്ന കാലയളവിൽ നിയമാനുസരണം മറ്റു സ്ഥാപനങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറുകളെ സംബന്ധിച്ച് ഒരു പരിശോധന നടന്നപ്പോൾ ആ പരിശോധനയിൽ അവർ ഇവരോട് ചോദിക്കാതെ തന്നെ ചില കാര്യങ്ങൾ എഴുതി വെച്ച ഉദ്യോഗസ്ഥന്മാരെ സ്വാധീകരിക്കാൻ വേണ്ടി വീണ്ടും ചില റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൊന്നും നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ നിലനിൽക്കാൻ പോകുന്നില്ല. ROC കൃത്യമായി വിവരങ്ങൾ നൽകണം, നിങ്ങളുടെ വിശദീകരണങ്ങൾ നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വേണ്ട രീതിയിൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നവര് ഉറങ്ങുമായിരുന്നു. ഈ കമ്പനി ക്ലോഷർ ചെയ്തല്ലോ, അടച്ചുപൂട്ടിയല്ലോ. അടച്ചുപൂട്ടിയ സന്ദർഭത്തിൽ ROC അറിഞ്ഞില്ലേ? ഒരു കമ്പനി അടച്ചുപൂട്ടുമ്പോൾ അതിന്റെ എല്ലാ പരിശോധന നടത്താതെ അടച്ചുപൂട്ടാൻ അനുവദിക്കുമോ? പിന്നെ ഇപ്പൊ എഴുതിയ റിപ്പോർട്ട് എന്ന് പറയും ഏതാണ്ട് ദിവ്യായുധം പോലെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടത്, റിപ്പോർട്ട് കണ്ടില്ല, കേട്ടത് ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ് ആണ് ഇക്കാര്യത്തിലുള്ളത്. കർണാടകത്തിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അവരുമായിട്ട് കരാർ ഏർപ്പെടുന്നു. അതിനുപടി ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ത് ഇൻട്രസ്റ്റ് അക്കാര്യത്തിലുള്ളത് പരസ്പര ബന്ധത്തിൽ? അപ്പോൾ ഒരു കമ്പനി നിയമത്തിനകത്ത് ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആരെങ്കിലും എഴുതി വെച്ചാൽ ആ എഴുതി വെക്കുന്നത് ബന്ധപ്പെട്ട ശ്രീ അനിൽകുമാർ, ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ കോൾ ബന്ധം നഷ്ടമായിരിക്കുന്നു.